ആരോഗ്യരംഗത്തെ നമ്പർ 1 പട്ടം ലോകമെമ്പാടും വിൽക്കുന്ന തിരക്കിലാണ് നമ്മളുടെ ഭരണകൂടം. എന്നാൽ ഈ പകിട്ടിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നത് ഉഷ ജോസഫ് എന്ന പാവപ്പെട്ട സ്ത്രീയുടെ നിലവിളികളാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിനുള്ളിൽ കത്രികയുമായി ജീവിക്കേണ്ടി വന്ന ഉഷയുടെ ദുരനുഭവം കേവലം ഒരു മെഡിക്കൽ പിഴവല്ല, മറിച്ച് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനപരമായ ക്രൂരതയുടെ പ്രതീകമാണ്. അധികാര ഹുങ്കും ഉത്തരവാദിത്തമില്ലായ്മയും കൂടിച്ചേരുമ്പോൾ ഒരു സാധാരണക്കാരിയുടെ ജീവിതം എങ്ങനെ നരകതുല്യമാവുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. ഈ സംഭവം നമ്മുടെ ചികിത്സാ സുരക്ഷാ പ്രോട്ടോകോളുകളെ മാത്രമല്ല ഭരണകൂടത്തിന്റെ ധാർമ്മികതയെയും വിചാരണ ചെയ്യുന്നു. 2021 കോവിഡ് കാലത്താണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നടക്കുന്നത്. അന്നു മുതൽ കഴിഞ്ഞ 3.5 വർഷത്തിലേറെയായി. ഇരയുടെ അനുഭവത്തിൽ അത് 5 വർഷത്തോളമുള്ള ഒരു യുഗമാണ്. കഠിനമായ വേദന തിന്നാണ് ഈ സ്ത്രീ കഴിഞ്ഞത്. താൻ വിശ്വസിച്ച സർക്കാർ സംവിധാനങ്ങളിൽ പലതവണ അഭയം തേടിയെങ്കിലും ഒരു എക്സ്റേ പോലും എടുത്ത് പരിശോധിക്കാൻ തയ്യാറാകാത്ത വിധം നമ്മുടെ സിസ്റ്റം ജീർണിച്ചില്ല. എല്ലാവരും ചോദിക്കുക, ഇല്ല അതറിയത്തില്ല, ഇതിൻ്റെ എണ്ണത്തിനൊന്നും ഒരു കണക്കും ഗവൺമെൻറ് ആശുപത്രികളിലില്ല. അതൊക്കെ സിസ്റ്റം, പണ്ട് മന്ത്രി പറഞ്ഞാൽ ഇതൊന്നും സിസ്റ്റം ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകാനുള്ള സ്റ്റാഫില്ല പ്രോപ്പർ. ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒരു ഫ്ലോർ നേഴ്സ് ഇങ്ങനെ വേണം നിർബന്ധമായിട്ടൊന്ന് ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്തപ്പോൾ എനിക്ക് എല്ലാ കേസിനും ഫ്ലോർ നേഴ്സ് ഉണ്ട്. ആ ഫ്ലോർ നേഴ്സ് ആദ്യമേ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വയറ് തുറക്കുന്നതിന് മുമ്പ് ഇത്ര മസ്കിറ്റോ ഉണ്ട്, ഇത്ര ബാക്കി ആർട്ടറി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം നമ്പർ എഴുതിയിടും. ഇവിടെ ഈ ചെറിയ പ്രോവിഡൻസ് ആശുപത്രി പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഗതികെട്ട ഒരു സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയെ, അതായത് അമൃത ഹോസ്പിറ്റലിൽ സമീപിക്കേണ്ടി വന്നപ്പോഴാണ് കൈപ്പേറിയ സത്യം പുറത്തു വന്നത്. നമ്പർ 1 ആരോഗ്യ കേരളത്തിലെ വീഴ്ചകൾ പരിഹരിക്കാൻ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് തന്റെ സാമ്പത്തിക സ്ഥിതിക്കപ്പുറമുള്ള സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നു എന്നത് ഈ വ്യവസ്ഥിതിയുടെ പരാജയമാണ്. സാമ്പത്തിക പ്രശ്നമാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് കൊണ്ടൊരു ആവശ്യമില്ല. സ്വയം നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോയി. 2021 കോവിഡ് മഹാമാരിക്കിടയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉഷ ജോസഫിന് ഒരു ശസ്ത്രക്രിയ നടത്തുന്നു. 2021 മുതൽ 24 വരെ കഠിനമായ വയറുവേദനയും ശാരീരിക അസ്വസ്ഥതകളും സർക്കാർ ആശുപത്രികളിൽ പോയപ്പോഴെല്ലാം വേദന സംഹാരികൾ നൽകി തിരിച്ചയക്കുന്നു. വേദനയെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നു. സമീപകാലത്ത് വേദന സഹിക്കവയ്യാതെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്നു. എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ലോഹവസ്തു കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തുന്നു. സർക്കാർ സംവിധാനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കടം വാങ്ങിയ പണവുമായി സ്വകാര്യ ചികിത്സ തുടരേണ്ടി വരുന്ന ദയനീയ അവസ്ഥയാണ് പിന്നീട് കാണപ്പെടുന്നത്. ഈ അനാസ്ഥയേക്കാൾ ഭീകരമായിരുന്നു യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബിക മാധ്യമങ്ങൾക്ക് നൽകിയ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ. ശാസ്ത്രീയ വസ്തുതകളെയും മെഡിക്കൽ എത്തിക്സിനെയും കൊഞ്ഞനം കുത്തുന്നതായിരുന്നു അവരുടെ ഓരോ വാദവും. അത് കത്രികയല്ലെന്നും കേവലം മസ്കിറ്റോ ഫോഴ്സെപ്സ് ആണെന്നും ആണ് ഈ ഡോക്ടർ പറയുന്നത്. പേര് മാറ്റി വിളിക്കുന്നത് കേവലം സെമാന്റിക് ട്രിക്കാണ്. അതൊരു ഫോറിൻ ബോഡിയാണ്. മനുഷ്യാവകാശങ്ങളുടെയും സർജിക്കൽ പ്രോട്ടോകോളുകളുടെയും ലംഘനമാണ്. 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് യൂറിനറി സ്റ്റോണിന്റെ വേദനയാണ്. ഇതിപ്പം ഈ ഒരു സിംറ്റം വന്നുകൊണ്ട് കണ്ടുപിടിച്ചു. അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടി സിസ്റ്റ് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുമോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. 50 വർഷം വയറ്റിൽ കിടന്നാലും ഒന്നും സംഭവിക്കില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് കണ്ടെത്തിയില്ല. ഇത് ഡോക്ടർമാരുടെ ഇരട്ടത്താപ്പും അനാസ്ഥയുമാണ് തെളിയിക്കുന്നത്. താനല്ല ഓപ്പറേഷൻ നടത്തിയത്, സ്റ്റാഫ് കുറവാണ് എന്നൊക്കെയാണ് മറ്റ് ന്യായീകരണങ്ങൾ. യൂണിറ്റ് ചീഫ് എന്ന നിലയിൽ തിയേറ്ററിൽ നടക്കുന്ന എല്ലാ പിഴവുകൾക്കും ഡോക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട്. സൗകര്യങ്ങളുടെ കുറവ് കുറ്റകരമായ അനാസ്ഥയ്ക്ക് ലൈസൻസ് അല്ല. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്ന ഇൻസ്ട്രുമെന്റ് കൗണ്ട് പ്രോട്ടോകോളുകൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പാടെ അവഗണിക്കപ്പെട്ടു. സ്ക്രബ് നഴ്സും ഫ്ലോർ നഴ്സും തമ്മിലുള്ള ആശയവിനിമയത്തിലുള്ള പിഴവുകൾ യൂണിറ്റ് ചീഫ് മറുപടി പറയണം. ജീവനക്കാരുടെ കുറവ് എന്നത് പാവപ്പെട്ടവന്റെ വയറ്റിൽ കത്രിക തുന്നിക്കെട്ടാനുള്ള ന്യായീകരണമായി മാറുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണ്. സിസ്റ്റത്തിലെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ വേട്ടയാടുന്ന പ്രവണതയാണ് നമുക്ക് ചുറ്റും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഉണ്ടായ നീക്കങ്ങൾ ഇതിന് ഉദാഹരണമാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാനും കള്ളക്കേസുകളിൽ കൊടുക്കാനും ശ്രമിക്കുന്ന അതേ സംവിധാനമാണ് ഉഷ ജോസഫിന്റെ കാര്യത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ നോക്കുന്നത്. ഇത്തരമൊരു പ്രതികാര മനോഭാവത്തോട്
ആരോഗ്യത്തോടുള്ള വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് സാധാരണക്കാർക്ക് നീതി ലഭിക്കുക? ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സ്ഥിരം പല്ലവിയായ കടുത്ത നടപടി സ്വീകരിക്കും എന്ന പ്രഖ്യാപനം ഇപ്പോൾ ഒരു തമാശയായി മാറിയിരിക്കുന്നു. കോഴിക്കോട്ടെ കത്രിക കേസ് ഉൾപ്പെടെ മുൻകാല സംഭവങ്ങളിൽ ഈ നടപടികൾ വെറും ഡാമേജ് കൺട്രോൾ തന്ത്രങ്ങൾ മാത്രമായിരുന്നു. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവർക്ക് പൊതുജനങ്ങളോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. ചികിത്സ സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് പൗരന്റെ അവകാശമാണ്. ഉഷ ജോസഫിന് ലഭിക്കേണ്ട നീതി വെറും ഒരു മാപ്പപേക്ഷയിൽ ഒതുങ്ങേണ്ടതല്ല. അശ്രദ്ധ വരുത്തിയ ഡോക്ടർമാർക്കും സ്റ്റാഫിനുമെതിരെ ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് കേസ് എടുത്ത് അന്വേഷണം നടത്തണം. വിദേശ രാജ്യങ്ങളിൽ സമാനമായ പിഴവുകൾക്ക് ലക്ഷക്കണക്കിന് ഡോളറാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഉഷ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വലിയൊരു തുക സർക്കാർ നൽകണം. എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് അടിയന്തിരമായി നടപ്പിലാക്കണം. ഈ അനാസ്ഥയുടെ ആഘാതത്തിൽ ജീവിക്കുന്ന ഇരയ്ക്ക് ആജീവനാന്തം സൗജന്യവും മികച്ചതുമായ ചികിത്സ ഉറപ്പാക്കണം. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന സാധാരണക്കാരന് ലഭിക്കേണ്ടത് മരണഭീതിയല്ല, മറിച്ച് ജീവിക്കാനുള്ള ഉറപ്പാണ്. ഉഷ ജോസഫിന്റെ കേസ് ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യ മേഖലയിലെ കുറ്റകരമായ അനാസ്ഥകൾക്ക് അന്ത്യം കുറിക്കാൻ ഭരണകൂടം തയ്യാറാകണം. നിസ്സാരവൽക്കരണത്തിന്റെയും ഗ്യാസ് ലൈറ്റിംഗിന്റെയും കാലം കഴിഞ്ഞിരിക്കുന്നു. ഉഷ ജോസഫിന്റെ വയറ്റിൽ തുന്നിക്കെട്ടിയത് ഒരു കത്രിക മാത്രമല്ല, കേരളത്തിലെ ആരോഗ്യ അഭിമാനത്തിന്റെ പൊള്ളത്തരങ്ങൾ കൂടെയാണ്. സിസ്റ്റം മാറിയേ മതിയാവൂ, കാരണം ഇത് മനുഷ്യജീവന്റെ വിലയാണ്. നന്ദി.